ഇന്ന് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിക്കുക. ഒരു 3-4 വിസിൽ. പിന്നെ തേങ്ങ വേണം. തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയൊരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ വലിയതില്ലാത്തതുകൊണ്ട് ഞാൻ 2 ചെറിയ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ തൈര് ഒന്ന് റെഡിയാക്കി വെക്കാം. മിക്സിയുടെ ജാറിലോട്ട് തൈര് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അടിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം പോലെ ആവും കേട്ടോ. പിന്നെ മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെന്താ വേണ്ടത്, അത് ഓഫാക്കിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓഫാക്കിയതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് ഇട്ടിട്ട് വറവിട്ട് കൊടുക്കുക. പിന്നെ കടുകൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൈനാപ്പിൾ പച്ചടി റെഡി.